ജസ്ന സിമ്പിൾ റെസിപ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വൈകുന്നേരം ചായയോടൊപ്പം തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണിത്. ഇതിനകത്ത് പഞ്ചസാരയോ ഓയിലോ ബട്ടറോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. അതിനു മുമ്പായി എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. തയ്യാറാക്കുന്നതിനായി 2 പഴുത്ത ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് നമുക്കൊന്ന് മുറിച്ചിട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ചു കൊടുത്ത ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം. നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 3/4 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാൻ 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നും കുറച്ച് മാത്രം നമുക്ക് ആദ്യം ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമ്മുടെ ബാറ്റർ ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് തുറന്നു നോക്കാം. റവ ആയതുകൊണ്ടാണ് നമ്മൾ ഇതൊന്ന് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചത്. കാരണം റവ കുതിർന്ന് തിക്കായി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ ഒരു പരുവത്തിൽ, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് ഈ ബാറ്റർ ഇരിക്കേണ്ടത്. തിക്കായി പോവുകയാണെങ്കിൽ നമ്മൾ ബാക്കി വെച്ചിരിക്കുന്ന പാലിനകത്ത് നിന്നും കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് ഈ പരുവത്തിനൊന്ന് ലൂസാക്കി എടുക്കണം. ഇനി നമുക്കൊരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ബേക്കിംഗ് സോഡ വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ബേക്കിംഗ് സോഡ ചേർക്കുകയാണെങ്കിൽ ഈ പലഹാരത്തിന് നല്ല സോഫ്റ്റ്നെസ് കിട്ടും. അല്ലെങ്കിൽ സോഫ്റ്റ്നെസ് അല്പം കുറഞ്ഞിരിക്കുമെന്ന് മാത്രം. ഇനി ഇതുപോലൊരു പാത്രത്തിലാണ് നമ്മളിത് ആവി കയറ്റിയെടുക്കുന്നത്. ഇതിനകത്തേക്കൊരു ബട്ടർ പേപ്പർ അല്പം ഓയിൽ തൂത്തൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ പാത്രത്തിന്റെ സൈഡിനും ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. ഇനി ഈ ബാറ്റർ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതുപോലെ ഒരു ആവി ചെമ്പിലേക്ക് നമുക്ക് ഈ പാത്രം ഇറക്കി വെച്ച് കൊടുക്കാം. അതിനുശേഷം ഒരു 15-20 മിനിറ്റൊക്കെ നമുക്കിതൊന്ന് ആവി കയറ്റിയെടുക്കാം. ഇനി ഇതുപോലെ ഒരു പാത്രം വെച്ച് നമുക്കിതൊന്ന് മൂടി കൊടുക്കണം. അതിൽ സൈഡിൽ കുറച്ച് ഗ്യാപ്പ് ഇട്ട് വേണം ഒന്ന് മൂടി വെക്കാൻ. കാരണം ആവി പുറത്തേക്ക് പോകുന്നതിന് വേണ്ടിയാണ് ഗ്യാപ്പ് ഇട്ട് കൊടുക്കുന്നത്. ഇത് അടച്ചു വെച്ച് കൊടുത്ത ശേഷം നമുക്ക് വേവിച്ചെടുക്കാം. നമ്മുടെ പലഹാരം ഇവിടെ വെന്തോന്നൊന്ന് നോക്കിയിട്ട് വരാം. നന്നായിട്ട് വെന്ത് നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ഒരു 4 മണി പലഹാരമാണിത്. നല്ല സോഫ്റ്റായിട്ടുമാണ് നമ്മുടെ ഈ പലഹാരം കിട്ടിയിരിക്കുന്നത്. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു 4 മണി പലഹാരമാണിത്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാനും സാധിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. ഇനിയൊരു ഈസി റെസിപ്പി ആയിട്ട് കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.